ഉണ്ട്. രണ്ടാമത്തെ തൊട്ടാണ് ഞാൻ ചെയ്യണം. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തിൽ? എല്ലാം കൊള്ളാം. ഡയറക്ഷൻ, മ്യൂസിക്, ഓവറോൾ സെറ്റ് വർക്ക് എല്ലാം കൊള്ളാം. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി. ആ സെക്കൻഡ് ഹാഫ് ആണ് പൊളി. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ്. സെക്കൻഡ് ഹാഫ് പടം കാന്താര തെറ്റി പടം കിട്ടില്ല പടം ഹാളിവുഡ് പടം പടം സിനിമ. ആ അതെ. എന്താണ് അമ്മ ഇഷ്ടപ്പെട്ട പടത്തിൽ? എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? അതായത് പിന്നെ പാവങ്ങളുടെ അവരുടെ ആ ഒരു കഷ്ടപ്പാടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പവർ ശക്തി കാരണം ആ പാവങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് നമ്മൾ കാണിക്കുന്നതാണ്. കാരണം അവരെ കഠിനാധ്വാനമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പവറാണ് കാണിക്കുന്നത്. ഓക്കെ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല ഒന്നിനൊന്നും അമ്മ എങ്ങനെയുണ്ട് പടം? ആ എന്താണ് ചേച്ചി ഇഷ്ടപ്പെട്ട പടത്തിൽ? ആദ്യത്തെ ഇഷ്ടപ്പെട്ടു, രണ്ടാമത്തെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. അഭിനയം എങ്ങനെയുണ്ട്? പടം മൂവി എങ്ങനെയുണ്ട്? നല്ല റെഡിയായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും അഭിനയം എങ്ങനെയുണ്ട്? അഭിനയൊക്കെ അടിപൊളിയാണ്. ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ ഫസ്റ്റ് പാർട്ടിനേക്കാളും വളരെ നന്നായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. 3 മണിക്കൂർ പടം. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? ക്ലൈമാക്സ് ഒക്കെ രക്ഷയില്ല. ഈ ഇണ്ടത്തിരുന്ന് കണ്ട മനുഷ്യൻ ഒരുമാതിരി കരഞ്ഞു അവസാനം. എന്ന് വെച്ചാൽ ശിവഭക്തനൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈപ്പ് സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഋഷഭ് ഷെട്ടി രക്ഷയില്ല. ജയറാമും കൊള്ളാം. അതെനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം. പക്ഷേ അതെനിക്ക് അറിഞ്ഞൂടാ. ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം. മറ്റേ വരാഹരൂപ സോങ് കൊള്ളാം, പ്ലേസ്മെന്റ്സ് കൊള്ളാം. നല്ല ഒരു ഓറ എന്നൊക്കെ പറയുന്നില്ല, ഭയങ്കര നല്ല ഫീലുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല പടം. നല്ല ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പം കുറേ നാളായാലും ഇത്രയും നല്ലൊരു വിഷ്വൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു മൂവി കണ്ടിട്ട് കുറച്ചായി. കാരണം നമുക്കിപ്പോൾ കാന്താര കണ്ടതിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് കുറച്ചുകൂടെ നമ്മൾ എന്തായാലും അതിനേക്കാളും നമ്മളൊരു വിഷ്വൽ ക്രിയേറ്റ് പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ഇത് എന്തായാലും അതിനൊക്കെ നല്ല രീതിയിലുള്ളൊരു ക്രിയേറ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മേക്കിംഗ് ഒരു രക്ഷയില്ല. കാരണം ഇവരുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് എന്തായാലും ഈ ഒരു പടത്തിൽ ഉണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. കാരണം അത് ഒറ്റ വാക്കിലൊന്നും അങ്ങനെ പറഞ്ഞു നോക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ ഒന്ന് വാച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ബെറ്റർ. നല്ല മൂവിയാണ്. ജയറാമേട്ടൻ നമ്മുടെ മലയാളത്തിൻ്റെയൊക്കെ ഒരു അഹങ്കാരം എന്നാണെങ്കിൽ പറയും. കാരണം ഈ ഒരു പടത്തിൽ അത്രയും നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കും ഒരു പ്രൗഡാണ് ജയറാമേട്ടൻ്റെ റോളുകൾ. പിന്നെ ബാക്കി എല്ലാവരും ടോട്ടലി എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഹാർഡ് വർക്ക് നമുക്ക് തന്നെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് അത്രയും റിസ്കി ആയിട്ടുള്ള പല സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ടി വിയിൽ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന മണ്ടത്തരമാണ്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആയിട്ട് വന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പം നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഓക്കെ ആവുന്നൊരു എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയമൊക്കെ? നല്ല പടമായിരുന്നു മക്കളെ. കുറെ കാലം കൊണ്ട് നല്ലതായിട്ട് കണ്ടത് ഇന്നത്തെ പടം. ഇഷ്ടപ്പെട്ടു.